ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് LED ബൾബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും വർക്കിംഗ് അല്ല. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പവർ സപ്ലൈ ലൈവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കേബിളിലൊന്നും ടച്ച് ചെയ്യാതെ. ഓക്കെ, ഇത് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് കുറച്ച് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ലോക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് പുഷ് ചെയ്താൽ ഊരിപ്പോരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ LEDs. ഇത് 9 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LEDs ആണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ 9 വോൾട്ട് ഇതിലേക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള LEDs ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഈ LED ടെസ്റ്റർ. ഇത് കൊടുത്ത് നമുക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ PCB മൊത്തമായിട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 300 വോൾട്ട് വരെയുള്ള LEDs നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇത് യൂസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ രണ്ട് കേബിളിലും ഒരുമിച്ച് ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ 300 കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ LED ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായി തന്നെ കൊടുക്കണം. വേറൊരു LED ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് LED ടെസ്റ്റർ എല്ലാ LEDസും ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി ഇത് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാവും. പ്രോബിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 1-2 LEDs തെളിയുന്നില്ല. ബാക്കിയുള്ളത് വളരെ ബ്രൈറ്റ്നസ് കുറഞ്ഞാണ് തെളിയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ LEDs എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറിനാണ് കംപ്ലൈൻറ്റ്. ഇവിടെ ഇതിൻ്റെ ഡ്രൈവർ ബോർഡ് ഓക്കെയാണ്, പക്ഷേ ഏതോ LEDs മാത്രമാണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് തെളിയാത്ത LEDs ജസ്റ്റ് ഒന്ന് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് LEDs ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു LED വർക്ക് ചെയ്യുന്നില്ല. LED ടെസ്റ്ററാണ് ഇത് ചെക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയായ മാർഗം. ഇനി LED ടെസ്റ്റർ ഇല്ല എങ്കിൽ 9 വോൾട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ LED പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ LEDയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
നമുക്കിതിൽ കുറച്ച് LEDs വർക്കിംഗ് ആണ്, പക്ഷേ നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇവിടെ നമുക്ക് കാണാം, ഇതിങ്ങനെ ഇതിൻ്റെ ഗ്ലാസ് അടർന്ന് പോവുകയാണ്. അപ്പോൾ ഈ LEDs എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറായിട്ട് ബോർഡൊന്ന് അഴിച്ചെടുക്കാം. അതിനുശേഷം LED മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഇത് മാറ്റുക അത്ര എളുപ്പമല്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് രണ്ടും 9 വോട്ട് LEDs ആയതുകൊണ്ട് ഫസ്റ്റ് ഇതിൻ്റെ LEDs ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് ശരിയാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഡ്രയർ ബോർഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് രണ്ട് ബ്രാൻഡാണെങ്കിലും സെയിം കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്യൂട്ടാകും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അഴിച്ചെടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ 2 ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പതിയെ സൂക്ഷിച്ച് അകത്തിയെടുക്കാം. ഇനി ഈ കേബിൾ ഡീസോൾഡർ ചെയ്യണം. ഇത് അലൂമിനിയം ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് ഡീസോൾഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ സാധിക്കൂ. ഓക്കെ, ഇപ്പോൾ കേബിൾ ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ നമുക്കിതൊന്ന് അകത്തിയെടുത്ത് നോക്കാം. ടീസർ ഡാമേജ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈയിങ് ടൂള് തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ LED ബോർഡ്. ഇത് അലൂമിനിയത്തിലാണ് സോൾഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണിത് മാറ്റുന്നതിനായിട്ട്. ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള LEDs. ബ്ലോവർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 480 ഡിഗ്രീസിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് താഴേന്ന് ചൂടാക്കി ഇത് വർക്കാവുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോൾഡറിങ് മെൽറ്റ് ആകുന്നില്ല. ഓക്കെ, കുറേ ഹീറ്റ് ആകുമ്പോൾ സോൾഡറിങ് മെൽറ്റ് ആകുന്നുണ്ട്.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ LEDs എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ബോർഡ്. ഇനി സോൾഡറിങ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ഡ്രൈവർ എടുത്ത് ഇതിലേക്ക് വെച്ച് ഒരു LED നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സോൾഡർ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് LEDs സോൾഡർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഒരു LED സോൾഡർ ചെയ്തിട്ടുണ്ട്. ബ്ലോവർ യൂസ് ചെയ്തിട്ടാണ് സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾഡർ ചെയ്തെടുത്ത LED ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഇനി നമുക്ക് LED ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് വർക്കാകുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, ഈ LED കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി LEDs കൂടി ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ SMD LEDയുടെ ഒരു ലെഗ് വലുതും ഒരു ലെഗ് ചെറുതുമാണ്. ഇതിൽ വലുതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ നെഗറ്റീവ്, ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ്. അപ്പോൾ അത് PCBയിൽ സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും. അത് കൃത്യമായി തന്നെ കൊടുത്താൽ മതി. വേറെ മിസ്റ്റേക്കൊന്നും അതിൽ വരില്ല. ഓക്കെ, LED ഇതിലേക്ക് ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹീറ്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇത് ലോക്ക് ചെയ്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് പോസിറ്റീവും നെഗറ്റീവും കൃത്യമായി തന്നെ വരുന്ന രീതിയിൽ തന്നെ വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം ലോക്ക് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി കേബിൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്ലക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് ടു പോസിറ്റീവ്. സോൾഡർ ചെയ്യുമ്പോൾ ഷോർട്ടാകാതെ ശ്രദ്ധിക്കണം.
ഓക്കെ, കേബിളിൻ്റെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പവർ സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ലൈവ് കേബിൾസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ LED കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ഡാമേജ് ആയ LEDs ഉണ്ടെങ്കിൽ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത സർക്യൂട്ട് കംപ്ലൈൻ്റ് ആയ LEDs നമുക്ക് അടുത്ത വീഡിയോയിൽ റിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്